പൊന്നമ്പിളിൽ കണ്ടിട്ടുണ്ട് ഞാൻ അവളെ അടിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അടിച്ചിട്ട് ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നത്. എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് അറിയാമോ? നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയാമോ? ഉള്ളിലെ ഇഷ്ടം മറച്ചു പിടിച്ച കൊല്ലുന്നില്ല ഞാൻ. അത് കണ്ട് ചിരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് നാളുകൾ ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ അന്നൊന്നും ട്രോളാൻ പറ്റില്ല. ഇപ്പോഴാണ് അത് ട്രോളാൻ പറ്റിയ സാധനം. കന്നഡയോ ഇനി ഉറുദോ കൊറിയനിൽ അഭിനയിക്കണോ? സത്യം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മുടെ സ്റ്റേജ് ഫിയർ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരെ കണ്ടപ്പോ കറക്റ്റ് ഇപ്പൊ എന്ത് ഫിയർ. ഫിലിം പോലെ കാണുന്ന പോലെ തന്നെയായിരുന്നു പൊന്നമ്പള്ളിയുടെ ആ കാര്യങ്ങൾ. ഇപ്പൊ മ്യൂസിക് ആയിക്കോട്ടെ, ഇപ്പൊ മലയാളം സീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസാന്നൊക്കെ പല ജോണേഴ്സ് ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പം അത് ആ സമയത്ത് നിങ്ങൾ കേട്ടിരുന്ന ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു. അത് ഈവൻ ചില പ്രൊമോ ഒക്കെ വരുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്. അവര് തന്നെ ഒരു ഹീറോനെ ഹൈപ്പ് ചെയ്ത് പറയുന്ന പ്രൊമോ ഒക്കെ ഉണ്ടായിരുന്നു. മലയാള സീരിയൽ കാണാത്ത മുഖം അങ്ങനത്തെ പറഞ്ഞു. ബട്ട് വാസ് ഗുഡ്. ആ ഒരു പ്രോജക്ട്, അതിനെ ചുറ്റുപറ്റുള്ള കാര്യങ്ങൾ എല്ലാം നല്ലായിരുന്നു. ആ ഒരു അലൈൻമെന്റ് ആയിരുന്നു. എല്ലാം കൂടി അലൈൻ ചെയ്ത് പിന്നെ അവിടെ എന്റെ കരിയറും നല്ലതായിരുന്നു. ഇവിടെ വർക്ക് ചെയ്ത് ഞാനിവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു, താജില്. അപ്പൊ ഞാൻ കമൽ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി അനുഗ്രഹം പഠിച്ചായിരുന്നു. പുള്ളി ഒരു ഫോട്ടോ കൊണ്ട് എക്സ്പെക്ട് ചെയ്ത് ഞാൻ പോയി നേരെ കാലിൽ വന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ക്രഷ് അടിച്ച ഒരാളാട്ടോ. ആള് ആങ്കറാണ്, ആക്ടറാണ്. ഇപ്പൊ തമിഴ് തെലുങ്കുവിലൊക്കെ ഭയങ്കര ഫാൻ ഫോളോയിങ് ഒക്കെ ആയിട്ട് അവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തോണ്ട് കേരളത്തിൽ എത്താൻ വൈകിയ ഒരാളാണ് നമ്മുടെ എവരെ പ്രിയപ്പെട്ട രാഹുൽ രവി. ഹലോ, നമസ്കാരം. ഇത് എവിടെ പോയി? ഫുൾ തമിഴ് തെലുങ്ക്, അങ്ങ് ചെന്നൈ ഹൈദരാബാദ് ആണ്. നിങ്ങൾ മലയാളികളെ ഒന്നും വേണ്ട? അങ്ങനൊന്നുമില്ല. പിന്നെ അവിടെയും ഇവിടെ നമ്മൾ സൗത്ത് ഇന്ത്യയിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ജനറൽ ആയിട്ട് കാണുന്നത് ഇല്ല. ഓക്കെ. ഈ പൊന്നമ്പള്ളി സീരിയലിലൂടെയാണല്ലോ ഫസ്റ്റ് എൻട്രി അല്ലെ? അപ്പൊ അതില് നമുക്കൊക്കെ ആ സീരിയൽ ഇറങ്ങിയപ്പോ കൊള്ളാലോ, ഈ ചെക്കൻ കൊള്ളാലോ. അല്ലെങ്കിൽ മാളവി ചേച്ചിക്ക് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്, ആൻഡ് ചേട്ടനും ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. അടിപൊളിയായിട്ട് ഒരു പെയറായിരുന്നു. സോ അതിലൂടെ എന്താ വളരെ മിനിറ്റ് അല്ലെ, വിത്തിൻ 2-3 എപ്പിസോഡിലൂടെ നിങ്ങൾ എല്ലാവരും പ്രഷറുടെ ഹൃദയത്തിലേക്ക് കയറി. അങ്ങനെ സീരിയല് പോലും കാണാത്ത എന്നെ പോലുള്ള കുറെ ആൾക്കാർ സീരിയൽ കാണാൻ തുടങ്ങി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിട്ട് പോകുന്നു. എല്ലാം നന്നായിട്ട് പോകുന്നു. ഒരു ചേഞ്ച് ഇല്ലല്ലോ ആ സീരിയലത്തെ അങ്ങനത്തെ തന്നെ. എന്നാലും കുറെ വർഷമൊക്കെ ആയില്ലേ? ഞാൻ തന്നെയാണല്ലോ, അതുകൊണ്ട് മാറാൻ ചാൻസ് ഇല്ല. കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്താമല്ലോ. ഈ എപ്പോഴും ഈ തമിഴ് തെലുങ്കുവിലേക്കൊക്കെ എങ്ങനെയാ പോയത്? എനിക്ക് ഈ പ്രോജക്ട് പൊന്നമ്പിളി ചെയ്ത ശേഷം ഞാൻ പിന്നെ ഞാൻ ഡി4 ഡാൻസ് ചെയ്ത് അതിന്റെ ഇടയിലാണ് എനിക്ക് തോന്നുന്നു ഈ പേര് നല്ല ഹിറ്റ് ആയിരുന്നു. ഇവിടെ ഹിറ്റ് ആയതുപോലെ തമിഴിലും ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് അത് സംഭവിച്ചത്. അവിടെ നിന്ന് വിളിച്ചു ഇങ്ങോട്ട് വരുമെന്ന്. പിന്നെ പോയപ്പോ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി. അവിടെ തന്നെ ഒരുപാട് വർക്കുകൾ വന്നു. ഈ പൊന്നമ്പിളി സീരിയൽ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഇൻട്രോവേർട്ട്, അധികം സംസാരിക്കും. പക്ഷെ ഡി4 ഡാൻസിലേക്ക് വന്നപ്പോൾ എൻ്റെ വേറൊരു രാഹുൽ രവീനെയാണ് കണ്ടത്. ഭയങ്കരമായിട്ടുള്ള സംസാരം, കൗണ്ടർ അടിക്കുന്നു. അവിടെ മൊത്തത്തില്ല ആ ഒരു ആക്ച്വലി ഏതാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള രാഹുൽ രവിയാണോ, ആ ഡി4 ഡാൻസിൽ ഞങ്ങൾ കണ്ട ഒരു ആങ്കർ രാഹുൽ രവിയാണോ? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടും മെച്ചൂർഡ് അല്ല. ഞാൻ പിന്നെ ഒരു മെച്ചൂരിറ്റി ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി ഒരുപാട് സംസാരിക്കും. എനിക്കിപ്പോഴും ഞാൻ എന്താ പറയാ, എന്റെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡിനെ ഇപ്പോഴും അത് ആക്റ്റീവ് ആണെന്ന് എനിക്ക് എപ്പോഴും എല്ലാരും ഇങ്ങനെ പറയുന്നത്. നീ ഇന്ന് വളർന്നില്ലടാ എന്നോട് എല്ലാരും ചോദിക്കുന്നത് തന്നെയാണ്. അതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഇന്നർ ചൈൽഡ് അതിന്റെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാനത് വിട്ടു. ഓക്കെ, നമുക്ക് കോഫി വന്നപ്പോ തന്നെ എനിക്ക് കോഫി. അയ്യോ, ഞാൻ ആദ്യം അവിടെയല്ലോ ചോദിച്ചത്. അത് കുഴപ്പമില്ല, അങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നും കൂടി ഇല്ല. എത്തത്തില്ലാത്തോണ്ടാട്ടോ. കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് എത്തിക്കാം. കുക്കിംഗ് ഒക്കെ ഇഷ്ടാണോ? കുക്കിംഗ് ഞാൻ കോവിഡ് ടൈമിൽ ട്രൈ ചെയ്തായിരുന്നു. നല്ലതാണ്, പക്ഷെ അത് ഫോളോ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ തമിഴും തെലുങ്കും ഒക്കെ ചെയ്യുമ്പോ തന്നെ ഏത് ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടം? മലയാളി ഓഡിയൻസ് ആണോ അതോ തമിഴ് തെലുങ്ക് ഓഡിയൻസിനാണോ ഏറ്റവും ഇഷ്ടം?
ഞാൻ കൂടുതൽ തമിഴായിട്ടാണ് അറ്റാച്ച്മെന്റ്, കൂടുതൽ തമിഴായിട്ടാണ്. Okay. അപ്പൊ പിന്നെ അവിടുത്തെ ഓഡിയൻസ് ആണ് ഇപ്പൊ കൂടുതൽ അറ്റാച്ച് ആയിട്ടിരിക്കുന്നത് പറയാൻ Okay. പറ്റും. Yeah. ഇപ്പൊ കറന്റ് തമിഴ് ഓഡിയൻസ് ആണ് കൂടുതൽ കൂടുതൽ അറ്റാച്ച്. അറ്റാച്ച്. തമിഴൊക്കെ ഇപ്പൊ നല്ല ഫ്ലുവന്റ് ആയിട്ട് മലയാളം മറക്കാൻ സാധ്യത ഉള്ള പോലെ അത്ര ഇങ്ങനെ പഠിച്ചോ? ഇല്ല, തമിഴ് ഞാൻ തമിഴ് പറയുമ്പോൾ മലയാളം ടച്ച് ഉണ്ടാവും, ആ മലയാളം പറയുമ്പോൾ തമിഴ് ടച്ച് ഉണ്ടാവും. ആ അപ്പൊ അതുകൊണ്ട് ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് ഓക്കെ. നടക്കുന്ന സംഭവം. എങ്ങനെയുണ്ട് ചെന്നൈ ലൈഫ് ഒക്കെ? ചെന്നൈ ഞാനിപ്പോ അവിടെ സെറ്റിൽഡ് ആണ്. ഓക്കെ. സോ എന്റെ വീട് അവിടെയാണ് ഇപ്പോ. നൈസാണ്. ഞാൻ പിന്നെ അധികം പുറത്തൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടൈപ്പാണ്. ഷൂട്ട് കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരാ, അവിടെ ഇടുന്നിരിക്കുക, അവിടെ ടി വി കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും ഒക്കെ കണക്കാ. എനിക്ക് വീട് ഇത്രേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ചിൽ ഔട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല? ഇല്ല, എനിക്ക് ക്ലബിംഗ് ഒക്കെ അവിടെ ഉണ്ട്. ബട്ട് എനിക്കങ്ങനെ എന്നെ ക്ലബിങ്ങിനൊക്കെ ആയാലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ബോറാവും. ഞാൻ പോകാന്ന് പറയും. എനിക്ക് അത്രയും ആ ക്രൗഡഡ് പ്ലേസ് എനിക്ക് അത്രയും പറ്റില്ല. എന്റെ എനർജി അവിടെ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനല്ല വീട്ടിലിരിക്കുന്നില്ല. എങ്ങനെ ഈ ഡീഫോ ഡാൻസിലേക്ക് എങ്ങനെയാ വന്നത്? പെട്ടെന്ന് നമ്മുടെ ഒരു മനസ്സിലുള്ള രാഹുൽ രവി അങ്ങനെ ആങ്കർ ചെയ്യുന്നൊന്നും നമുക്ക് അറിയത്തില്ല. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ അത് ഞാനൊരു ചാലഞ്ച് ആയിട്ട് എടുത്താണ്. ഞാനൊരു എന്താ പറയാ, ഒരു ചലഞ്ചാണോ ഡീഫോ. എനിക്ക് ചെയ്യാൻ തോന്നുന്നു. അന്ന് ഡീഫോ ഡാൻസ് ഷോ ഭയങ്കര ഹൈപ്പുള്ള ഷോ ആയിരുന്നു. നെക്സ്റ്റ് അപ്പൊ ഞാൻ യമുനാജിയോട് ഞാനേ ചോദിച്ചത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഓഡീഷൻ വിളിച്ചു. അപ്പൊ കുറച്ച് വേറെയും കുറെ ആളുകൾ സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. യമുനാജിക്ക് ഓക്കെ ഫൈൻ, ഇവൻ കുഴപ്പമില്ല. പക്ഷെ അന്നെന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോൾ ഉള്ള ഒരു അക്ഷരസ്ഫുടത പോലും അന്നില്ല. ഞാൻ പറയുമ്പോ തൃശ്ശൂർ സ്ലാങ് കയറി വരും, പിന്നെ ഭയങ്കര ത്രോല് സംസാരിക്കണം. ഇതൊന്നും എനിക്ക് പരിചയമുള്ള ഒരു ആങ്കർ അല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു നോർമൽ ഒരു ഒഫീഷ്യൽ ഒരു അങ്ങനെ ഒരു ആങ്കറിങ് അല്ലല്ലോ. അത് വായിത്തുനിന്ന് വിളിച്ച് പറയണം. പിന്നെ അത് എന്നെയാണ് ഏൽപ്പിച്ചതും. ഞാനാണ് എനർജി കൊണ്ടുവരുന്നത്. എനിക്ക് എനർജി ഇല്ല, ഞാൻ പിന്നോട് കൊണ്ടുവരാനാണ്. അപ്പൊ പിന്നെ ഞാൻ അവിടെ മറിയരുത്, എന്തൊക്കെയോ കാണിക്കുകയാണ്. വേറെ ഓപ്ഷൻ ഇല്ലല്ലേ. ഇവന് യമുനാജിയുടെ ചീത്തപ്പോഴും ഞാൻ കേൾക്കണം. അത് ശരി. ഡീഫോ ഡാൻസിന് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ഒരു ട്രോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക്, ഒരു വൈബാണ്. ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആയിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല, അതാണ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൽക്കുന്ന ക്ലൈമാക്സ് എപ്പിസോഡിലായതുകൊണ്ട് പിന്നെയും സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നത് കുറച്ച് ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ കുറച്ച് പഠിച്ചൊക്കെ പറഞ്ഞു. മറ്റേത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, വായിത്തുനിന്ന് വിളിച്ച് പറയാനാണ്. അപ്പൊ അതിൽ കുറെ വെള്ളി വീഴും, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണം. പക്ഷെ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പരിപാടി ഇല്ല, എനിക്കത് മനസ്സിലായതുകൊണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. അല്ല, ഈ പെട്ടെന്ന് ഈ പൊന്നമ്പലി സീരിയലിൽ അത്രയും നല്ല ഹിറ്റ് ഒരു ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ആങ്കറിംഗ് ഷിഫ്റ്റിലേക്കാണല്ലോ പോയത്. അപ്പൊ ഓഡിയൻസിന് കുറച്ച് പേർക്കെങ്കിലും നമ്മൾ അവിടെ ഒരു ഹൈപ്പർ എനർജി അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലായിരുന്നല്ലോ. അപ്പം നമ്മൾ തന്നെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ അമ്മച്ചിമാരൊക്കെ സീരിയലാണ് ഈ ചെക്കൻ എന്ത് ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ അല്ലായിരുന്നല്ലോ സീരിയലില്. ഇവൻ ഇങ്ങനെയല്ലല്ലോ. കാരണം സീരിയല് ഭയങ്കര സെറ്റിലായിട്ട് ഭയങ്കര ചിരിയും ഭയങ്കര ഇത്. ഡീഫോ ഡാൻസിൽ വരുമ്പോഴത്തേന് അങ്ങനെ ഒരു കമ്പാരിസൺ അങ്ങനെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അന്ന് കുറെ ട്രോളും അന്ന് അത്രയും ഇന്നുള്ളത് ട്രോൾ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കമന്റ്സിലൂടെ നമുക്ക് നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഷോയിൽ എങ്ങനെ ഇതുകൊണ്ട് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാന്നുള്ളതാണ് അതിന്റെ ഒരു മോട്ടീവ്. ഇവിടെ ഇപ്പൊ കണക്ഷൻസ് ഒക്കെ വെക്കുന്ന എങ്ങനെയാണ്? നല്ലോണം കണക്ഷൻസ് വെക്കുന്ന ആളാണോ? ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അല്ല? ഞാൻ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണോ ഫ്രണ്ട്സിന് അങ്ങനെ അറിയില്ല. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ എന്നോട് സംസാരിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കും. പക്ഷെ അതിനർത്ഥം ഞാൻ ജാടയിട്ടിട്ട് എന്റെ ഒരു നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സർക്കിൾ ഇല്ല. പക്ഷെ ഇപ്പോഴും എന്നോട് എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊന്നും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ കണ്ടാൽ തന്നെ ആ വൈബ് അപ്പൊ തന്നെ കണക്ട് ആവും. എവിടെയാണ് അത്രേ ഉള്ളൂ, നിന്നെ കണ്ട് അങ്ങനെയൊന്നല്ല. നമ്മുടെ കഥകളൊക്കെ അപ്പൊ തന്നെ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഫോർമാലിറ്റി അവിടെ ഇല്ല, കുറച്ച് ഓർഗാനിക് ആയിട്ടിരിക്കും. ഒരു കണക്ഷൻ ഇപ്പൊ ഇല്ല. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇടയ്ക്ക് മെസ്സേജസ് ഒക്കെ കാണാം. ഇടയ്ക്ക് ബർത്ത്ഡേക്ക് വരുമ്പോ വിഷ് ചെയ്യുന്നു. അല്ലാതെ എല്ലാവരും അവരുടെ വർക്കിലൊക്കെ ബിസിയാണല്ലോ. ഇടയ്ക്ക് ചിലപ്പോൾ സംസാരിച്ചൊക്കെ വരും. ഈ തമിഴിലേക്കുള്ള ഒരു എൻട്രിന് ശേഷം അവിടെയും നിങ്ങളുടെ രണ്ടുപേരും ഒരു പേരാണല്ലോ, മാളവിക രാഹുൽ രവി. അവിടെ നല്ല ഹിറ്റ് ആയിട്ട് ഓടിയ എനിക്ക് തോന്നുന്നു നന്ദിനി. നമ്മൾ ആ മൂവി കണ്ടില്ലേ, ഒരുപാട് കട്ട്സുകളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. ആ മൂവിയുടെ തന്നെ ഒരുപാട് റീൽസ് കട്ട്സ് അല്ലെങ്കിൽ ഷോർട്സ് ഫേസ്ബുക്കിലായിരുന്നു. നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ മലയാളി ഓഡിയൻസിനാവും നിങ്ങൾ അവിടെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ പോലും അറിയാണ്ട് തന്നെ ഇവിടെ നല്ലോണം പബ്ലിക് ആയിരുന്നു. സോ തമിഴിലേക്ക് ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്, നമുക്ക് ആരെയും ഒരു പരിചയമില്ല, ബന്ധമില്ല, ആകെ ഇവിടെ പൊന്നമ്പലി ചെയ്തു, പിന്നെ ഡീഫോ ഡാൻസ്, പിന്നെ നേരെ തമിഴിലേക്കാണ് ജമ്പ്. അപ്പൊ ആ ഒരു കംഫോർട്ട് സോൺ തമിഴിലും കിട്ടിയിരുന്നോ?
ഇല്ല, അവിടെ കംഫർട്ട് സോൺ അല്ല, അതൊരു അടുത്ത എല്ലാം ചലഞ്ചസ് ആണ് എനിക്ക്. കാരണം ഞാൻ അവിടെ പോയപ്പോൾ തമിഴ് സീരിയൽ കൊണ്ടാണ് വിളിച്ചത്, നന്ദിനി. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ കന്നഡയും കൂടി പറയണമെന്ന്. കന്നഡയോ എന്താ അങ്ങനെ കേട്ടിട്ടും കൂടി ഇല്ല. അതായത് നമ്മള് ഫസ്റ്റ് തമിഴ് ഷോട്ടില് തമിഴ് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡ ടീം വരും, ആ തമിഴ് ഡയലോഗ് തന്നെ കന്നഡത്തിൽ നമ്മൾ പറയണം. സോ എല്ലാ ഷോട്ടിനും 2 ഷോട്ട് ഉണ്ട്. അങ്ങനെ 2 ഡബിൾ ആയിട്ട് പോണേ ത്രൂ ഔട്ട് ദി സീരിയൽ. അപ്പൊ തമിഴ് കൂടെ നമ്മൾ കുറച്ച് വിജയപ്പെടുന്നത് കണ്ടു. എന്താണ് കന്നഡ ഏതാ? കന്നഡ ഇപ്പോൾ KGF ഒക്കെ വന്നപ്പോഴാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അതിന് മുമ്പ് കന്നഡ എന്നുള്ള സംഭവം, ഞാൻ കന്നഡത്തിന് ഒരു പറയണ ഇപ്പൊ കന്നഡ സംസാരിക്കും ഞാൻ. പക്ഷെ അതുകൊണ്ട് ഞാൻ കന്നഡയും പഠിച്ചു. പക്ഷെ അതൊരു ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ തമിഴില് പറയുമ്പോൾ അതിന്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഇമോട്ട് ചെയ്തിട്ട് പോകുമായിരുന്നത്. പക്ഷെ അതൊരു ചലഞ്ച് ആയിരുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞത് എനിക്കും മാളവികയ്ക്കും എല്ലാവർക്കും. പിന്നെ കൂടുതലും അവിടെ കന്നഡ ആക്ടേഴ്സ് ആയിരുന്നു. ഞാനും മാളവികയും മാത്രമേ മലയാളി ആക്ടേഴ്സ്. ഓക്കെ. ഇപ്പൊ പെട്ടെന്ന് ജെല്ലാവുന്ന ഒരു ക്യാരക്ടർ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെല്ലുമ്പോ എല്ലാം പുതുമുഖങ്ങൾ അല്ലെങ്കിൽ വേറെ വേറെ ആൾക്കാരാണ്. ഇപ്പൊ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്. അപ്പം മാളവിക ഉള്ളതായിരുന്നു ഒരു ആശ്വാസം. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ? ഫസ്റ്റ് ഷെഡ്യൂൾ ഞങ്ങളുടെ ആയിരുന്നു. മാളവിക ഉണ്ടാകുമ്പോ മാളവിക കുറച്ചുകൂടി എന്താ പറയാ ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ ഞാനാണ് ഈ വായും പൊളിച്ച് നിൽക്കുന്നത്, എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ഈവൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കുറെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യണത് ഒന്നും അറിയാൻ പാടില്ല. മാളവിക ചെയ്യുന്നുണ്ടാണ് കുറച്ച് മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് മേടിച്ച് അങ്ങനെയൊക്കെ ഇടുന്നതാണ്. അപ്പോ മാളവിക ആയിരുന്നു. പിന്നെ കന്നഡ ടീം വന്നപ്പോ നിത്യാറാം വന്നപ്പോ നിത്യാറാം ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്, ഞാനും മാളവിയും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ പിന്നെ നിത്യാറാം വന്നപ്പോ വൈബ് മാറി, അവരുടെ ഒരു വൈബിലോട്ട്. പിന്നെ കന്നഡയും മലയാളം പിന്നെ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ സീരിയലാണോ പൊന്നമ്പലി കുറച്ച് നമ്മൾ അന്നേ വരെ കാണുന്ന ഒരു മലയാളം സീരിയൽ എന്ന് വെച്ചിട്ട് ഒന്നെങ്കിൽ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ മദർ ഇൻ ലോയുടെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനത്തെയാണ്. നിങ്ങളുടെയാണ് ഒരു ലവ് ട്രാക്ക്, മ്യൂസിക്, എന്താ പറയാ ഒരു ഫിലിം പോലെ കാണുന്ന പോലെ തന്നെയായിരുന്നു പൊന്നമ്പലിയുടെ ആ കാര്യങ്ങൾ. ഇപ്പൊ മ്യൂസിക് ആയിക്കോട്ടെ. പിന്നെ അതിനുശേഷമാണ് ആ ഒരു കുറച്ച് അങ്ങനത്തെ ഒരു ഫോളോ പാറ്റേൺസ് ഒക്കെ മലയാളത്തിൽ വന്ന് ഇപ്പൊ മലയാളം സീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസാന്നൊക്കെ പല ജോണേഴ്സ് ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് ആ സമയത്ത് നിങ്ങൾ കേട്ടിരുന്ന ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു. അത് ഈവൻ ചില പ്രൊമോ ഒക്കെ വരുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അവര് തന്നെ ഒരു ഹീറോനെ ഹൈപ്പ് ചെയ്ത് പറയുന്ന പ്രൊമോ ഒക്കെ ഉണ്ടായിരുന്നു. മലയാള സീരിയൽ കാണാത്ത മുഖം അങ്ങനത്തെ പറഞ്ഞു. അപ്പൊ തന്നെ പറയും ഇങ്ങനൊന്നും ആരും വന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ അതൊരു മേ ബി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കാം. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ആ ഒരു പ്രോജക്റ്റ്, അതിനെ ചുറ്റുപറ്റുള്ള കാര്യങ്ങൾ എല്ലാം നല്ലായിരുന്നു. ആ ഒരു അലൈൻമെന്റ് ആയിരുന്നു, എല്ലാം കൂടി അലൈൻ ചെയ്ത്. പിന്നെ അവിടെ എന്റെ കരിയറും നല്ലതായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എവിടെ ആക്ച്വലി ഇവിടെ കേരളത്തിൽ എവിടെ നാടും? ഞാൻ തൃപ്രയാറാണ്, തൃശ്ശൂര്. ഓക്കെ. തൃപ്രയക്കാരനാണ്. ചെറുപ്പം മുതൽ അഭിനയം എന്നുള്ള മോഹം മനസ്സിലുണ്ടായിരുന്നു? അങ്ങനെ നമുക്ക് അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ലേ, എനിക്ക് അറിയില്ല ഇതിനെ പറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എനിക്ക് ബിടെക് ചെയ്ത് ഞാൻ കുറച്ച് 2 വർഷം എക്സ്ട്രാ എടുത്തു, കുറച്ചുകൂടി നന്നായി പഠിക്കാനാണ്. പഠിച്ചത് പോരാ, 2 വർഷം കൂടി പഠിച്ചാലേ എനിക്കത് കിട്ടുള്ളൂ എന്നുകൊണ്ട് പഠിച്ചു. അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, നമുക്കൊരു എക്സ്ട്രാ ഇൻകത്തിനോ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടാണ് മോഡലിംഗ് ട്രൈ ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ എപ്പോൾ പോകുമ്പോഴും എനിക്കൊരു എല്ലാവർക്കും ഞാൻ അവിടെ മലയാളം തനിയെ തിരിയെന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ലൈക്ക് എല്ലാവരുടെയും ഒരു ഇംപ്രഷൻ അവിടെ കിട്ടി തുടങ്ങി. മേ ബി ഫോർ എക്സാമ്പിൾ ഞാനൊരു ആഡിന് പോയപ്പോ എനിക്ക് തോന്നുന്നു അന്ന് ആഡിന്റെ ക്യാമറമാൻ സമീർ തായർ സാർ ആയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ പുള്ളി എന്നെ നിങ്ങൾ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇതിന് മെയിൻ ആഡ് ചെയ്യുന്ന ആളുടെ കൂടെ ഇങ്ങനെ വാക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും കൂട്ടുന്നത് എന്നെ വിളിക്കണമെങ്കിൽ പുള്ളി എന്നെ ശ്രദ്ധിച്ചോണ്ടാണല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് മോട്ടിവേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ് പിന്നെ ഇത് കുഴപ്പമില്ല, നമുക്ക് ഇത് കുറച്ചുകൂടി ട്രൈ ചെയ്യാന്നുള്ളത് ലെവലിലേക്ക് വന്നത്. പിന്നെ അങ്ങനെയാണോ പൊന്നമ്പള്ളിയുടെ ഓഡീഷൻ ത്രൂ ആണോ സീരിയലിലേക്കും എൻട്രി ചെയ്തത്? പൊന്നമ്പള്ളിക്ക് ഒരു ചെറിയൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ചെറുപ്പം മുതലേ അഭിനയം അങ്ങനെയൊന്നും സ്വപ്നം കണ്ടു നമുക്ക് വരുന്ന പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മള് അങ്ങനെ വരുന്നവരുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു എന്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ നോർമലി കേരളത്തിലുള്ള എല്ലാവരും ചെയ്യുന്നത് പഠിക്കുക, എബ്രോഡ് പോവുക, വർക്ക് ചെയ്യുക, ആ ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അഭിനയ മോഹം
അങ്ങനെ ഉണ്ട്. ഇത് ഈ പൊന്നമ്പള്ളിയിൽ അല്ലാതെ ഈ റീൽസോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ആഡ് അല്ലാണ്ട് ഒരു അഭിനയം ഞാൻ സ്റ്റേജിൽ പോലും ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കോളേജില് സ്റ്റേജിൽ പിള്ളേരെ അഭിനയിക്കാൻ പോയപ്പോ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. എനിക്ക് എന്തായിട്ട് അഭിനയിക്കാൻ വിളിക്കണേ? അപ്പൊ എന്നോട് എന്തോ പറഞ്ഞു, എന്തൊക്കെ നാടകം ചെയ്യണം, കള്ളു പിടിച്ച പോലെ അഭിനയിക്കണം. ഞാൻ സ്റ്റേജിന്റെ കർട്ടൻ തുറന്നപ്പോ അയ്യോ ഇത്ര ആൾക്കാരാ, ഒന്നും ഞാൻ അവിടെ കിടന്നല്ല. അപ്പൊ ഞാൻ അടിച്ച് ഫിറ്റാക്കി എടുക്കുന്ന പോലെ അങ്ങോട്ട് കിടന്നു. പിന്നെ കഴിഞ്ഞപ്പോഴാണ് എന്റെ പോയത്, കർട്ടൻ അടിയപ്പോഴാണ് എന്റെ പോയത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം നമുക്കിത് ആ ഒരു ഫിയർ ഉണ്ട്. പിന്നെ എനിക്ക് ഡാൻസ് കളിക്കാൻ ഫസ്റ്റ് ഡാൻസ് കളിക്കാൻ പോയപ്പോ എനിക്ക് +2 തോന്നുന്നു. അപ്പൊ ഞാൻ സൈഡിൽ ബാക്കിൽ ഡാൻസ് കളിക്കുക. അപ്പൊ ആക്ച്വലി കളിച്ചു വന്നപ്പോ എല്ലാരെങ്കിലും കുഴപ്പമായിട്ട് കളിക്കണത് ഞാനാണ്, ബാക്കിൽ നിന്നവനാണ്. നീ വന്ന നീ ഫ്രണ്ടിൽ കളിച്ച് അങ്ങനത്തെ ഓരോ അക്രമങ്ങൾ ചെയ്യുന്നല്ലാണ്ട് ഇതിലോട്ടൊക്കെ വരും എന്നുള്ളൊരു അത്രയും വലിയൊരു ഇംപ്രഷൻ, അത്രയും വലിയൊരു ഹയർ ആയിട്ടുള്ള ഇംപ്രഷൻ ഒന്നും ഇല്ല എനിക്ക്. ഓക്കെ. ഇപ്പൊ ഈ നമ്മളെല്ലാരും ഇപ്പൊ കമ്പയർ ചെയ്യുന്ന ഇപ്പൊ സിനിമ സീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്രഷൻസ് ലൗഡ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കെന്ന് വെച്ചാൽ സിനിമയിൽ കുറച്ചിട്ടാൽ വേണമെങ്കിൽ സീരിയൽ അത് കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിട്ട് കുറച്ച് നേരം പിടിക്കും. അപ്പൊ ഒന്നും അറിയില്ലാത്ത രാഹുൽ രവി എങ്ങനെ പൊന്നമ്പള്ളിയിലെ കറക്റ്റ് നോട്ടം, നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് ട്രാക്കിലൊക്കെ എങ്ങനെ ആ ഒരു മീറ്റർ പിടിച്ചങ്ങ് പോയി? ഇല്ല, ഞാൻ അങ്ങനെ എക്സ്പ്രഷൻ ഇടാറില്ല. എനിക്ക് അങ്ങനെ വരില്ല. ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ ഞാനിങ്ങനെ ഒരുപാട് തുറച്ചു നോക്കുന്നില്ല. എനിക്ക് അങ്ങനെ വരില്ല സത്യം പറഞ്ഞ. പിന്നെ ഡയറക്റ്റ് അത്രയും അങ്ങനെ ആരും എനിക്ക് തോന്നില്ല ഡയറക്റ്റ് അങ്ങനെ എക്സ്ട്രാ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതൊരു ചേഞ്ച് ആയിരിക്കാം. ഞാൻ അങ്ങനെ എക്സ്ട്രാ എക്സ്പ്രസ് ചെയ്യാറില്ല. അതിന് വേണ്ടത് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഈ സീരിയലിൽ വന്നപ്പോ ഇപ്പം ഒരു നമ്മള് റീല് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെറിയ ഒരു ഇൻസിഡന്റ് സ്കൂൾ കോളേജ് കാലഘട്ടത്തിലുള്ളതല്ല. അപ്പൊ അത്രയും ഒരു ക്യാമറ ക്രൂ, ഇപ്പൊ മാളവികയായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. മാളവികയുടെ ഇപ്പൊ കുറെ പ്രൊജക്ട്സ് കഴിഞ്ഞിട്ടാണ് പൊന്നമ്പള്ളിയിൽ വരുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ രവി വന്ന് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നിന്നപ്പോ ഫസ്റ്റ് ഷോട്ട് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ആ ഒരു ടൈമിലെ ക്യൂരിയോസിറ്റി എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു ടെമ്പിൾ സീനായിരുന്നു. ഞാൻ മാളവികനെ ഫസ്റ്റ് കാണുന്ന ഒരു സീനായിരുന്നു. അത് നല്ലൊരു സീനായിരുന്നു. അത് ഇൻട്രൊഡക്ഷൻ നല്ലായിരുന്നു എന്റെ. പിന്നെ ഞാൻ ആക്ച്വലി മൂവി ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ്. പക്ഷെ അതൊന്നും ഒരു സക്സസ്ഫുൾ മൂവി അല്ലാത്തതുകൊണ്ട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ഞാൻ ഫസ്റ്റ് വില്ലനായിട്ടാണ് വന്നത് ഡോൾസ് എന്ന് പറഞ്ഞ സിനിമയില്. അപ്പൊ ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതിലൊരു ത്രൂ ഔട്ട് ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വില്ലാണ് ഡോൾസ് എന്ന് പറഞ്ഞിട്ട്. മുടിയൊക്കെ വളർന്ന് ഇത്രയും മുടിയൊക്കെ വെച്ച് ഒരു അക്രമാസക്തനായ വില്ലായിരുന്നു ഞാനതില്. അപ്പൊ അതിലെനിക്ക് ഒരു അവിടെ നിന്നും എനിക്കൊരു നല്ല ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നന്നായി ചെയ്യുന്നുണ്ട്. ആ ഡയറക്ടറിനെ എനിക്ക് അടുത്ത പടം ചെയ്തു തരുന്നു. അതും അങ്ങനെ എത്തിയില്ല എവിടെയും. അപ്പോ അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ട്, ക്യാമറയിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ആ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ ഇവിടെ ഒന്ന് ചെയ്യാന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ തമിഴിലേക്കൊക്കെ പോയപ്പോ കുറച്ചും കൂടെ എക്സ്ട്രോവേർട്ട് ആക്കിയത് ഡീഫോ ഡാൻസ് ആയിരിക്കും അല്ലേ? ഇനി എന്ത് ചെയ്താലും കന്നഡയോ ഇനി ഉറുദുവോ കൊറിയനിൽ അഭിനയിക്കണോ? എല്ലാ തൊലൂരിനല്ലേ ഫുൾ കംപ്ലീറ്റ്. സത്യം, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മുടെ സ്റ്റേജ് ഫിയർ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരെ കണ്ടപ്പോ കറക്റ്റ് ഇപ്പൊ എന്ത് ഫിയർ അവിടെ ഒന്നെങ്കിൽ ഊക്കി ഊക്കി കൊല്ലുന്നു, എണിക്കുന്നു, വീണ്ടും താഴ്ത്തിയിടുന്നു. ഇവരോരും ചെയ്യും പറയുമ്പോ നീരവ്ജി വരലൊക്കെ പറയും, രാഹുലേ ജി ഞാനെന്തിനാ ചെയ്യണത്, വെറുതെ ഇട്ട് കൊടുക്കാണ്. പിന്നെ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. പിന്നെ അത് ചെയ്യും. അപ്പൊ പിന്നെ നാണന്മാരൊക്കെ പോയി. തമിഴിൽ ഇപ്പൊ ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഗേൾസ് ഒക്കെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വിളിക്കുന്ന അവിടെ എല്ലാരും? അണ്ണാന്ന് തന്നെയല്ലേ നമ്മൾ വിളിക്കുന്ന? അണ്ണാന്ന് വിളിക്കാം. എനിക്ക് എല്ലാരും ഇവിടുന്ന് മെസ്സേജ് വരാറുണ്ട്. തെലുഗും എല്ലാവരുടെയും മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. പക്ഷെ അവിടെയാണ് കൂടുതൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തുള്ളതുകൊണ്ട് അവിടെയാണ് കൂടുതൽ ഓഡിയൻസ് ഉള്ളത്. ഒരുപാട് ഫാൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടോ, ഗേൾസ് ഫാൻസ് ഒക്കെ? അങ്ങനെയല്ല, എനിക്ക് പണ്ട് തൊട്ടേ ആ ഒരു ഫാൻസ് എന്റെ ഉണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്. അത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ടാണ് പോയത്. ഞാൻ തമിഴില് ചെയ്തിട്ടുള്ള കണ്ണാനക്കണ്ണ സീരിയൽ ചെയ്തു, അത് ഹിറ്റായിരുന്നു. ഇപ്പൊ മരുമകൾ എന്നുള്ള സീരിയൽ ചെയ്യണേ, അതും എല്ലാമേ പ്രൈം ടൈമിൽ വന്നിട്ട് നന്നായിട്ട് പോകുന്ന സീരിയലാണ്. സോ അതൊരു നല്ല വിഷയം. മൂവിയിലേക്ക് എന്താ ട്രൈ ചെയ്യാത്ത? ഇപ്പൊ തമിഴും തെലുങ്കും ഒക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല ഫെമിലിയർ ആയി കഴിഞ്ഞിരിക്കാണ് ഫേസ്. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിരിക്കില്ലേ തമിഴ് മൂവിയൊക്കെ ട്രൈ ചെയ്യാനായിട്ട്? തമിഴ് മൂവിയില്ല, ഞാൻ തെലുഗു മൂവീസിലാണ് ചെയ്യുന്നത്. തമിഴില് ഞാൻ ഈ ഇതില് തമിഴ് സീരിയലിന് ഡേറ്റ് ക്ലാഷ് ഒക്കെ വരുന്നോണ്ട് അവരത് പ്രിഫർ ചെയ്യാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തെലുഗു ഞാനിപ്പോ 3 മൂവി ചെയ്തു. ഇപ്പൊ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ക്യാരക്ടർ തന്നെയായിട്ടാണോ? അല്ലല്ല, ഞാൻ ഫസ്റ്റ് ചെയ്ത് ശ്രീലീലയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നത്.
ഭഗവന്ത് കേസരി ഇപ്പൊ വിജയ് ചെയ്യുന്നുണ്ടല്ലോ. വിജയ് ചെയ്ത ആ പടത്തില് ആ ക്യാരക്ടർ ഞാൻ വിജയിലെ പടത്തിലല്ല, ആ പടത്തില് ആ ക്യാരക്ടർ ഞാൻ ചെയ്തത് ശ്രീലീലയുടെ ഒപ്പം. ഓക്കെ ഓക്കെ. അപ്പോ അനിൽ രാപ്പുടി സാറായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ തമന്നയുടെ കൂടെ ഒരു പടം വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. അത് കുറച്ച് ഹൊറർ ജോണറായിരുന്നു. ജോണറാണ്. ഓക്കെ ഇപ്പൊ അവരുടെ ആ ഡയറക്ടറിന്റെ അടുത്ത പടം ബോഗി എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇല്ല, വരുന്നത് നമുക്ക് നന്നായിട്ട് വരുന്നുണ്ടോ അങ്ങോട്ട് പോവാന്നുള്ളൂ. ഗോ വിത്ത് ഫ്ലോ ആണ്. ഒരുപാട് അങ്ങനെ സ്വപ്നം ഡ്രീം അങ്ങനെ ഒന്നും ഇല്ലാത്ത വ്യക്തി. എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത പ്ലാനേക്കാളും ബെറ്റർ ആയിട്ട് ഈ പറയുന്ന നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കുക അങ്ങനെ ആളുകൾ ചെയ്യുന്ന പ്ലാനാണ് കുറച്ചും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരുപാടൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ സ്വതപ്പിയിട്ടുള്ളൂ, അലമ്പായിട്ടുള്ളൂ. എന്റെ പ്ലാനൊക്കെ അലമ്പാണ്. ഞാൻ മിണ്ടാണ്ടിരുന്ന് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന് പോവാൻ മുകളിലുള്ള ശക്തിനെ മാത്രം വിശ്വസിച്ചു ബെറ്റർ. ഞാനെന്നല്ല എല്ലാവരും അതായിരിക്കും തോന്നുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുന്ന നല്ല ബെറ്റർ പ്ലാൻ നല്ല മേലെന്ന് വരും. ബിഗ് ബോസിലേക്ക് ക്ഷണം വല്ലതും വന്നോ അതോ വന്നിട്ട് പോകാത്തതാണോ? കാരണം ബിഗ് ബോസ് തമിഴ് അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങും അടിപൊളിയൊക്കെ ആണല്ലോ. ബിഗ് ബോസ് മലയാളത്തിൽ നിന്ന് വന്നിരുന്നു, എനിക്ക് തമിഴിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പല ഷോസും വരും. കാരണം ഇത് അതിന് പിന്നെ ചാനലിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ ചെയ്യുന്ന ചാനൽ വേറെയാണ്, ബിഗ് ബോസ് വേറെ ചാനലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് തലവയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പ്രൊജക്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ പ്രൊജക്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ അത് നല്ലതല്ലല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ വേണ്ട വെച്ചതാണ്. ഈ പൊതുവെ ഇപ്പം രാഹുലിനെ നേച്ചർ കണ്ടപ്പോ എനിക്ക് ചോദിക്കണം, നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ കണ്ടപ്പോ അങ്ങനെ തോന്നി. ബുദ്ധിമുട്ടാണ്. സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം, എല്ലാം അറിയാം. ഫേസ് റീഡിങ്ങോ? ഫേസ് റീഡിങ് അതെനിക്ക് ചോദിക്കണത്. കാരണം എനിക്ക് ബോഡി ലാംഗ്വേജിന്റെ എന്തോ അങ്ങനെ മനസ്സിലായി. ഇപ്പോഴും ഭയങ്കര ടഫാണ് നോ പറയാനായിട്ട്. ഇപ്പൊ കുറച്ചും പഠിച്ചു. ഞാൻ നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കുറെ പ്രശ്നം ഉണ്ടായത്. നോ പറയാൻ പഠിക്കണം. പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ജേർണൽ എഴുതിക്കുമെന്ന് പറഞ്ഞു, യു ഷുഡ് സ്റ്റാർട്ട് സെയിങ് നോ എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തായാലും ചെയ്യണം എന്നുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അത് നമ്മളെല്ലാത്തിനും കുഴപ്പമില്ല 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 എന്ന് പറഞ്ഞ് പോകുമ്പോ ചിലപ്പോ നമ്മൾ യൂസ് ചെയ്യപ്പെടാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ യൂ ടേൺ എടുത്ത് ഇങ്ങോട്ട് വരണം. ആ നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് അവിടെ തന്നെ കട്ട് ചെയ്തെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ ലൈഫ് ചൂസ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതൊരു മിസ്റ്റേക്ക്, ആ സമയത്ത് തോന്നും മിസ്റ്റേക്ക് ആണെന്ന് തോന്നും. പക്ഷെ പിന്നീട് ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊരു മിസ്റ്റേക്ക് അല്ല. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, ഒരുപാട് നോളജസ് വന്നു. അതുകൊണ്ട് കുറെ ചേഞ്ചസ് എനിക്ക് വന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്താണ് സംഭവം, എങ്ങനെയാണ് ആൾക്കാരുടെ വൈബ്രേഷൻ എന്തായിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഫേസ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞല്ലോ, മറ്റേത് ഒന്നും അറിയാല്ല. അങ്ങനെയാണോ? അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് കുറച്ചും കൂടി ഞാൻ കുറച്ചുകൂടി കെയർഫുൾ ആണ്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നതിലൊക്കെ കുറച്ചുകൂടി കെയർഫുൾ ആണ്. അല്ല, രാഹുൽ ആ സമയത്ത് പറഞ്ഞ ഒരു പോയിന്റ് ഓർക്കുന്നത്, അധികം ഫ്രണ്ട്സ് ഇല്ല, ഒരാളെ മാത്രം അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റഡ് ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ എന്നുവെച്ചാ ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നി. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മാഗസിനിൽ, അധികം ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ചെന്നൈയിൽ വന്നിട്ടുള്ള ആദ്യ കൂട്ടാണ്. ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളത് എപ്പോഴും ഉള്ളതാണ്. പക്ഷെ അന്ന് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങൾ അത് ട്രൂ ആയിരിക്കണം എന്നില്ല. കാരണം നമ്മൾ ഇന്റർവ്യൂ വന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റില്ല. അതാണ് നമ്മള് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ സമ്പാദിക്കാന്നൊക്കെ പറയില്ലേ, മാനേജ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ സംസാരിച്ചായിരിക്കും. നമ്മൾ എപ്പോഴും സൈലന്റ് ആയിട്ടിരുന്നാലും, ഇപ്പൊ രാഹുൽ ഇപ്പൊ അത്രയും പബ്ലിഷ് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ ഒരു പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങള് രാഹുലിന്റെ ലൈഫിൽ ഇപ്പൊ ആരൊക്കെ അൺഫോളോ ചെയ്തു, ആരുടെ പോസ്റ്റ് റിമൂവ് ചെയ്തു എന്ന് വരെ ഓർത്തിരിക്കാൻ ആൾക്കാരുണ്ട്. അത് അത്രയും ക്യൂരിയോസിറ്റി ആണ്. പ്രത്യേകിച്ച് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആള്, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കത് താല്പര്യം ഉണ്ടാവില്ല പേഴ്സണൽ ലൈഫ് പേഴ്സണൽ ആയിട്ട് വെക്കാൻ. പക്ഷെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഓഫ് ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവർക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പറയുന്നത് എന്നൊക്കെ? അല്ല, എന്നെ പറ്റി ആൾക്കാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ടൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ലക്ഷക്കണക്കിന് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിന് ഞാൻ കെയർ ചെയ്യാറില്ല. കാരണം ആർക്കൊന്നും അറിയില്ല എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിയില്ല അതിനെപ്പറ്റി സംസാരിക്കുന്നു. പക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് എപ്പോഴെങ്കിലും പേഴ്സണൽ ഹെൽത്തിന് അല്ലെങ്കിൽ കരിയർ ലൈഫിനെ എഫക്ട് ചെയ്ത തരത്തിലേക്ക് പോയിട്ടുണ്ടോ, അതോ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്തെടുത്തോ രാഹുല്? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ സ്ട്രഗിൾസ് ബാഡ് ടൈം വരുമ്പോൾ എന്നത് അത്രയും കൂടെ എഫക്ട് ചെയ്യില്ല. കാരണം ഞാൻ കുറച്ചുകൂടി മെന്റലി സ്ട്രോങ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ. അടുത്ത സൊല്യൂഷൻ എങ്ങനെയാന്ന് നോക്കണം, അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെ ഈ പറഞ്ഞൊരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞല്ലോ, ഇൻഡിപെൻഡൻസിൽ എനിക്ക് കിട്ടിയേക്കുന്ന സ്ട്രെങ്ത് അതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തന്നെ വീണ്ടും പോയി പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. കുറച്ചുകൂടി എനിക്ക് അവിടെ കൊണ്ട് കുറച്ചുകൂടി സൈലൻസ് ആണ് അവരോട് നല്ലത് എനിക്ക് തോന്നി. അങ്ങനെയാണ് അത് കുറെ ഒക്കെ ഹാൻഡിൽ ചെയ്തത്. ഞാൻ കാമായിട്ടിരിക്കാറുള്ളൂ. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടായി, എന്തിനാ ആയിട്ട് എന്ത് കിട്ടുന്നു, നമ്മുടെ എനർജി അല്ലേ വേസ്റ്റ് ആണ്. ദേഷ്യപ്പെട്ടില്ല എന്നുള്ളതല്ല, ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ ഞാൻ ഭയങ്കര കോപക്കാരനായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അതുണ്ടാവും, അത് ഓരോരോ ഫേസസ് ആണല്ലോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ലൈഫ് കാണും മനസ്സിലാവും ഇത് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ കുറെ എനർജി ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ നമുക്കിത് എങ്ങനെ ചാനലൈസ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ദേഷ്യമായിട്ട് വരുന്നത്. അപ്പൊ അത് ചാനലൈസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് കാമായിരിക്കും. എനിക്കത് മനസ്സിലായി. ഇപ്പോഴും ഭയങ്കര കാമായിട്ട് ഭയങ്കര ഇതായിട്ട് എല്ലാം സംസാരിക്കും. ഞാൻ കുറച്ച് ലൗഡാണോ എനിക്ക് സംശയം. അവിടെ പറ്റുള്ളൂ. അതെ, എന്നാലും വേണമല്ലോ എല്ലാം ചോദിച്ചറിയണല്ലോ. അതിന് വേണ്ടി ഈ റൂമേഴ്സും ഗോസിപ്സ് ഒക്കെ വരുമ്പോഴത്തേന് എങ്ങനെയാ അത് എടുക്കുന്നത്? അത് കോമഡി ആയിട്ടാണോ അത് അതിന്റെ വഴിക്ക്? അതായത് രാഹുൽ ഇപ്പം ലൈം ലൈറ്റിൽ നിൽക്കുന്നു, ഹാൻസം ആയിട്ടുള്ള ഒരു ഗായ്, പിന്നെ നല്ല അടിപൊളി ആക്ട്രസിന്റെ ഒക്കെ ആക്ട് ചെയ്യുമ്പോൾ എന്തായാലും ചുമ്മാ റൂമേഴ്സ് ഒക്കെ വരുമല്ലോ എന്തെങ്കിലും. അപ്പൊ അത് ആ ഒരു ഫ്ലോ, ഗോ വിത്ത് ഫ്ലോയുടെ രീതിയിലാണ്. ഒരുപാട് ഞാൻ അഭിനയിക്കുന്ന എല്ലാ ഹീറോയിനോട് റൂമേഴ്സ് വരാൻ ഇവര് കെട്ടാൻ പോവാണ്, ഇവര് പ്രണയത്തിലാണ്. അത് മലയാളത്തിലുണ്ട്, തമിഴിലും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ അത് കുറഞ്ഞു തോന്നുന്നു. ഇപ്പോഴുള്ള ജനറേഷൻ, ഇപ്പൊ ജെൻസി ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും അതിനെപ്പറ്റി ബോധേഡല്ല. ചില കുറച്ചു പേര് ചിലപ്പോൾ സംസാരിക്കാം. എങ്ങനെയാ ഒരു ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഒരു ലൈഫിലേക്ക് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് രാഹുൽ നോക്കുന്നത്? അങ്ങനെയൊന്നും ക്വാളിറ്റി ഒന്നുമില്ല. അല്ല, ഏത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ക്വാളിറ്റി ഇങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെയൊന്നുമല്ല. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരാളുടെ ലൈഫ് എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് ജേണിയാണല്ലോ. ഇപ്പൊ എൻ്റെ ഒരു ജേണി വേറൊരു ജേണിയാണ്, ഇപ്പൊ വരുന്ന ഒരാളുടെ ജേണി വേറൊരു ജേണിയാണ്. അപ്പൊ എൻ്റെ ലൈഫിന്റെ ജേണീനെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്താ പറയാ, ജേണിക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ജേണി ആയിരിക്കണം. അത്ര മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. മൂവീസ് ഒക്കെ ഒരുപാട് കാണുന്ന കൂട്ടത്തിലാണോ? ഒരുപാട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണോ? എനിക്ക് മലയാളം മൂവീസ് ആണ് ഇഷ്ടം കൂടുതൽ. ഞാൻ മലയാളം മൂവീസ് കാണുന്നത് കുറവാണ്. കാണുന്നത് കൂടുതൽ മലയാളം മൂവീസ്. ഞാൻ കൂടുതൽ കണക്ട് ആവുന്ന മലയാളം മൂവീസ്. എനിക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസ് ഇഷ്ടമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട മലയാളം മൂവി ഏതാ? മലയാളം മൂവീസ് ആണ് അവിടെ ചെന്നാലും കാണുന്നത്. OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും മലയാളമാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എങ്ങനെ രാഹുൽ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഇറങ്ങേണ്ട ആവശ്യം? കാരണം ഓൾറെഡി അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണല്ലോ, അല്ലെങ്കിൽ ഫേസ് ഭയങ്കര രജിസ്റ്റേർഡ് ആണല്ലോ. അപ്പം അങ്ങനെ കവറൊക്കെ ചെയ്തിട്ടാണോ നടക്കാറ്? എനിക്ക് അങ്ങനെ ഇഷ്ടം, കാരണം എനിക്ക് എന്റെ പ്രൈവസി ഇഷ്ടമാണ്. ഞാൻ മോളിൽ പോകുമ്പോഴാണെങ്കിലും എനിക്കറിയാം, ഞാനിപ്പോ ഒരാൾക്ക് ഫോട്ടോ എടുത്താൽ ചിലപ്പോൾ അവിടെ നിന്ന് വേറെ ആളുകൾ, അപ്പോൾ എനിക്ക് ഞാനല്ലാത്തൊരു അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് അതേപോലെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ട്രെയിൻ ആവുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ട് പോവാ. എന്നാലും ഒരു തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എന്നാലും കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് നമുക്ക് പ്രൈവസി കിട്ടും. രാഹുലിന്റെ ലൈഫിനെ എങ്ങനെയാണ് രാഹുൽ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എന്റെ ലൈഫ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ യുവർ ലൈഫ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, ഡിഫൈൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് രാഹുൽ കാണുന്നത്? ഞാൻ ലൈഫ് എന്ന് പറയുന്നതൊരു, ഞാൻ എന്താ പറയുന്നത് പറയൂലോ, ഞാൻ ഈ കുറച്ചും കൂടി ഒരു ബിഗർ പിക്ചറിൽ കാണുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ഞാൻ എന്റെ ബയോയിൽ എഴുതിണ്ടാവും എന്റെ ഐ എം ജസ്റ്റ് പാസിംഗ് ത്രൂ എർത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് ബിഗർ പിക്ചറിൽ കാണുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ താമസം അങ്ങനെയല്ല. ഈ ലൈഫിന് പേർപ്പസ് ഉണ്ടായിരുന്നു, ഇതിന് വേറൊരു ജന്മം ഉണ്ടായിരിക്കാം, ഇത് കഴിഞ്ഞാൽ വേറെ പേർപ്പസിലോട്ടും എല്ലാ ഒരു സോൾഡ് ലൈഫിനും ഒരു പേർപ്പസ് ഉണ്ടായിരിക്കും. അപ്പൊ എൻ്റെ ഒരു പേർപ്പസ് ഞാനൊരു എന്റർടൈനർ ആയിരിക്കണം, ഈ ഒരു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്തൊരു സംഭവം എന്നോട്ട് വരില്ല. അപ്പൊ നമ്മുടെ സോളിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സ്ക്രിപ്റ്റ് നമ്മളോട്ട് വരും, നമ്മൾ ഫോളോ ചെയ്യണം. അതിനിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ്, നമ്മുടെ പേർപ്പസ് അങ്ങനെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കരിയറിൽ പ്രശ്നങ്ങൾ വരുത്താൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിരുന്നു, പക്ഷെ
ഞാനും വിചാരിച്ചു കഴിഞ്ഞു, ഇനി വേറെ പണി നോക്കാൻ വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാവാതെ പിന്നെയും മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഒരു പ്രശ്നമില്ലാതെ തന്നെ. അപ്പോ ഞാൻ അങ്ങനെ കുറച്ച് ബിഗർ പിക്ചറിൽ കാണുന്ന ഒരാളാണ്. എന്റെ ലൈഫ് ഇവിടെ കഴിയുന്നില്ല, എനിക്ക് മുമ്പ് ലൈഫ് ഉണ്ടായിരിക്കാം, ഇപ്പൊ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നു, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈഫ് ഞാൻ എക്സൈറ്റഡ് ആണ്. ഇത് കഴിഞ്ഞ അടുത്തത് ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ജേണി, ഈ സോൾഡ് ജേണി ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടോ അല്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ആയിരിക്കരുത്. എന്റെ ജേണി കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കണം, അത് നന്നായിട്ട് എൻഡ് ചെയ്യണം. അത്ര വിഷയം.